ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈ ഭൂമിയിലുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ ഓരോ വസ്തുവും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഈ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികളായ നമ്മൾ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിതാവസാനം വരെ നിലനിൽക്കാനുള്ള ഓരോന്നും പ്രപഞ്ചം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സൃഷ്ടാവായ ഈ പ്രപഞ്ചത്തിനോട് ഏതാഗ്രഹവും ചോദിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം നമുക്കൊപ്പം നിൽക്കുമെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. എന്താണ് വിഷ്വലൈസേഷൻ? ആഗ്രഹിക്കുന്നത് എന്താണോ അത് വ്യക്തമായി മനസ്സിൽ കാണുക, എഴുതി വയ്ക്കുക, അത് ദൃശ്യവൽക്കരിക്കുക. ആഗ്രഹം സാധിക്കുന്നത് വരെ നിരന്തരം അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ആഗ്രഹം നടക്കുമോ എന്ന് സംശയിക്കരുത്. നടക്കൂ എന്ന് തന്നെ ഉറച്ച് മനസ്സിൽ വിശ്വസിക്കണം. ഈ പ്രപഞ്ചത്തിന് കീഴിൽ എന്തും തന്നെ സംഭവിക്കണമെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട്. അതിനായി ക്ഷമയോടെ കാത്തിരുന്നുകൊണ്ട് ആഗ്രഹത്തെ നേടിയെടുക്കുക. ഇങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹത്തെക്കുറിച്ച് നിരന്തരം സ്വപ്നം കണ്ടുകൊണ്ട് അത് നേടിയെടുക്കുന്ന രീതിയാണ് വിഷ്വലൈസേഷൻ എന്നത്. ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് മനസ്സിലാകണമെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിയമമായ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കണം. ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുന്നതിനുള്ള ലോ ഓഫ് അട്രാക്ഷൻ്റെ ഈ പ്രധാനപ്പെട്ട രീതി, അതായത് വിഷ്വലൈസേഷൻ, നമുക്ക് പലതരത്തിൽ ചെയ്യാവുന്നതാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന 2 വിഷ്വലൈസേഷൻ രീതികളാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമതായി വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ. നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാന ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ആ ഒരു ഘട്ടത്തിൽ ജീവിക്കുന്നതായി ദൃശ്യവൽക്കരിച്ചുകൊണ്ടേ ഇരിക്കുക. ഉദാഹരണത്തിന്, നമ്മളൊരു വീട് വാങ്ങാനായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വീടിൻ്റെ പെയിൻറ്റിൻ്റെ കളർ എന്തായിരിക്കണം, അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ എങ്ങനെയായിരിക്കണം, അതേപോലെ കാർ പോർച്ച്, ബാൽക്കണി ഇതൊക്കെ എവിടെയായിരിക്കണം എന്നിങ്ങനെയെല്ലാം നിങ്ങൾ മനസ്സിൽ കാണുക. എന്നിട്ട് ആ ഒരു വീട്ടിൽ നിങ്ങൾ ജീവിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായുള്ള ആ വീട്ടിൽ താമസിക്കുമ്പോഴുള്ള നിങ്ങളുടെ ഹാപ്പിനെസ്, ഫാമിലിയുമായിട്ടുള്ള ഹാപ്പി ടൈം, അതേപോലെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത്, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ നന്നായി തന്നെ ഫീൽ ചെയ്യണം. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫീൽ ചെയ്ത് ഈ സ്വപ്നം നമ്മൾ കാണുക. അടുത്തതായി വിഷൻ ബോർഡ് തയ്യാറാക്കുക എന്നതാണ്. ഇതിനായി നമുക്കൊരു വൈറ്റ് നിറത്തിലോ യെല്ലോ നിറത്തിലോ, അതായത് ലൈറ്റ് നിറമായിരിക്കണം, ഏതായാലും കുഴപ്പമില്ല, ചാർട്ട് പേപ്പർ എടുക്കുക. ഇതിൽ നമുക്ക് നേടിയെടുക്കേണ്ടതായുള്ള എല്ലാ കാര്യങ്ങളും പ്രിൻ്റ് ഔട്ട് എടുത്ത് ചെറിയ ഫോട്ടോകളാക്കി ഒട്ടിക്കുക. ഉദാഹരണമായി നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വീടാണ് വാങ്ങേണ്ടതെങ്കിൽ വീടിൻ്റെ ഫോട്ടോ ഒട്ടിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് പണം സമ്പാദിക്കണമെങ്കിൽ പണത്തിൻ്റേതായിട്ടുള്ള ഫോട്ടോ അവിടെ പേസ്റ്റ് ചെയ്യാം. അതേപോലെ കാറ്, അങ്ങനെ നിങ്ങൾക്ക് നേടേണ്ടതായിട്ടുള്ള എല്ലാം നിങ്ങൾക്കതിൽ ഒട്ടിക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു ചാർട്ട് പേപ്പർ നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ ഉറക്കമുണരുന്നത് ഏത് ദിശയിലാണോ അവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നും ഉണരുമ്പോൾ തന്നെ ഈ ഒരു വിഷൻ ബോർഡ് കാണുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വളരെ വേഗം നമ്മുടെ സ്വപ്നങ്ങളെല്ലാം എത്തിച്ചേരുകയും ഇത് അവിടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ഉപബോധ മനസ്സ് ഇവയെല്ലാം നമുക്ക് നേടിത്തരാനായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. സ്വപ്നങ്ങൾ നേടിയെടുക്കാനായി ഇങ്ങനെയുള്ള പല ടെക്നിക്സ് ലോ ഓഫ് അട്രാക്ഷനിൽ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ചും വിഷ്വലൈസേഷനെക്കുറിച്ചും കൂടുതൽ അറിയാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്